ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ബോംബ് ആക്രമണങ്ങളെ അതിജീവിച്ച് നിലകൊള്ളുന്ന ഒരു ദേവീ ക്ഷേത്രം. പറഞ്ഞു വരുന്നത് രാജസ്ഥാനിലെ ജയ്സൽമീർ ജില്ലയിലെ ജയ്സൽമീർ പട്ടണത്ത് നിന്നും ഏകദേശം ഒരു 120-140 കിലോമീറ്റർ മാറി പാകിസ്ഥാൻ അതിർത്തിയിലായിട്ട് ഉള്ള ഒരു ദേവീ ക്ഷേത്രമാണ് തനോട്ട് മാതാ ടെമ്പിൾ. ഈ തനോട്ട് മാതാ ടെമ്പിൾ, അവിടെ ഇരിക്കുന്ന ദേവീ സ്വരൂപം ഹിമാലയത്തിൽ കുടിയിരിക്കുന്ന വൈഷ്ണോദേവിയുടെ മറ്റൊരു അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനെ ഥാർ മരുഭൂമിയിലെ വൈഷ്ണോദേവി എന്നും വിളിക്കാറുണ്ട്. ഇവിടുത്തെ ദേവിയെ 1965 ഇൻഡോ പാക് യുദ്ധകാലത്ത് 3000-ലധികം ബോംബുകളാണ് പാകിസ്ഥാന്റെ വ്യോമസേന ഈ ക്ഷേത്രത്തിന് നേരെ വർഷിച്ചത്. ചിലതെല്ലാം ഉന്നം തെറ്റി വേറെ പല വഴിക്കും പോയി. പക്ഷേ ഈ ക്ഷേത്രത്തിലും അതിന്റെ മുറ്റത്തും ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടൊക്കെ നിരവധി ബോംബുകൾ വന്നു വീണു. ഒരെണ്ണം പോലും പൊട്ടിയില്ല എന്നുള്ളതാണ്. എല്ലാം അവിടെ കിടന്ന് ദേവീസ്തവം ജപിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമം ചെയ്ത ബോംബുകളെല്ലാം അവിടെ കിടന്നു. അതുകൊണ്ടും തീർന്നില്ല. 1971 നമ്മുടെ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ യുദ്ധ സമയത്തും പാകിസ്ഥാൻ ഈ ജയ്സൽമീർ അതിർത്തി കടന്നു വന്നു ഈ ക്ഷേത്രത്തെ ആക്രമിക്കാൻ. അന്ന് ടാങ്കുകളിലാണ് വന്നത്. ടാങ്കുകളെല്ലാം ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ച് പൂഴിയിൽ താഴ്ന്നുപോയി. അവസാനം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടാങ്കുകളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഈ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് തിരികെ ഓടേണ്ടി വന്നു. അന്ന് തൊട്ടാണ് ഈ ക്ഷേത്രം ഏറെ പ്രശസ്തമാവാൻ തുടങ്ങിയത്. ആക്ച്വലി AD 828 ഭാട്ടി രജപുത്ര വംശത്തിൽപ്പെട്ട തനൂർ റാവു എന്ന രാജാവാണ് ഈ ക്ഷേത്രം പണിയുന്നത് തനോട്ട് മാതയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഈ ക്ഷേത്രം പ്രശസ്തമാകുന്നത് ഈ 2 ഇൻഡോ പാക് യുദ്ധങ്ങൾക്ക് ശേഷമാണ്. ഇതായിരുന്നു ആ ദേവിയുടെ ശക്തി. ആദ്യം വർഷിച്ച ബോംബുകളൊന്നും പൊട്ടിയില്ല. രണ്ടാമത് ആക്രമിക്കാൻ വന്ന പട്ടാളക്കാർക്ക് ടാങ്കുകളെല്ലാം പൂഴിയിൽ താഴ്ന്നു പോയതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു ഓടേണ്ടി വന്നു, ടാങ്കുകളൊക്കെ ഉപേക്ഷിച്ചിട്ട്. ഇന്നും ഇപ്പോൾ BSFന്റെ ചുമതലയിലാണ് ആ ക്ഷേത്രം ഉള്ളത്. അവരാണ് അത് പരിപാലിക്കുന്നത്. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചൊരു വിക്ടറി മ്യൂസിയം ഉണ്ട്. അവിടെ ഈ പൊട്ടാത്ത ബോംബുകളും അതുപോലെ തന്നെ ഈ പിടിച്ചെടുത്ത ടാങ്കുകൾ, പൂഴിമണ്ണിൽ പൂണ്ടുപോയ ടാങ്കുകളെല്ലാം അവിടെ ഇന്ത്യയുടെ സൈനിക ശക്തിയുടെയും നമ്മുടെ സോഫ്റ്റ് പവറിന്റെയും ഒരു വിജയത്തിന്റെ, അതിന്റെ ശക്തിയുടെ ലക്ഷണമായിട്ട് അവിടെ ഇന്നും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ളൊരു മ്യൂസിയത്തിലാണ്, വിക്ടറി മ്യൂസിയം. അതുപോലെ തന്നെയാണ് ഒരു വിക്ടറി കഫേ എന്നൊരു ഹോട്ടൽ റെസ്റ്റോറന്റ് അവിടെയുള്ളത്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ഭക്ഷണ വിഭവങ്ങൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ബോർഡർ കഫേ എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ ഒരു ബോർഡർ തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്ററും ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് പോകണമെങ്കിൽ റെയിൽ വഴി പോവുകയാണെങ്കിൽ ജയ്സൽമീറാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയിട്ട് ഒരു 120-140 കിലോമീറ്റർ ഉണ്ട്. അത് ലോക്കൽ ക്യാബുകളോ ടാക്സിയോ ഒക്കെ പിടിച്ചിട്ട് പോകാവുന്നതാണ്. വ്യോമമാർഗം ബൈ എയർ പോവുകയാണെങ്കിൽ ജോധ്പൂരാണ് അടുത്തുള്ള എയർപോർട്ട്. അവിടെ ഇറങ്ങിയിട്ട് ബൈ റോഡ് ക്യാബിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. നവംബർ മുതൽ ജനുവരി വരെയാണ് അവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. എല്ലാ വർഷവും ഡിസംബർ 16 അവിടെ മിലിറ്ററിയുടെ വിജയ ദിവസ് ആഘോഷവും നടക്കാറുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.